ശ്രീറാം ഫിനാൻസിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. കോഴിക്കോട് താമരശ്ശേരിയിലെ ബ്രാഞ്ചിനെതിരെ 3 പേരാണ് പരാതി ഉന്നയിച്ചത്. താമരശ്ശേരി ചുങ്കം സ്വദേശിയും പ്രവാസിയുമായ ഹനീഫയുടെ പേരിൽ 6,25,000 രൂപയും മൊബൈൽ ഷോപ്പ് ഉടമ അനസിന്റെ പേരിൽ 4 ലക്ഷം രൂപയും അവരറിയാതെ ലോൺ എടുത്തതായാണ് പരാതി. എന്നാൽ സാങ്കേതിക പിഴവെന്ന് ആവർത്തിക്കുകയാണ് ബാങ്ക് അധികൃതർ. താമരശ്ശേരി സ്വദേശിയും മൊബൈൽ ഷോപ്പ് ഉടമയുമായ അനസ് ശ്രീറാം ഫൈനാൻസിൽ നിന്നും 75,000 രൂപ വാഹന വായ്പ എടുത്തിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലോൺ പൂർണ്ണമായി അടച്ചു തീർക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ ലോണിനായി സിബിൽ സ്കോർ പരിശോധിക്കുമ്പോഴാണ് ശ്രീറാം ഫൈനാൻസിൽ 4 ലക്ഷം രൂപയുടെ മറ്റൊരു ലോൺ ഉള്ളതായി ശ്രദ്ധയിൽപ്പെടുന്നത്. കൂടുതൽ പരിശോധനയിൽ 2 അടവ് തിരിച്ചടച്ചതായും ബാക്കി തുക 3,88,072 രൂപ അടക്കാനുള്ളതായും മനസ്സിലായി. ഉടൻ തന്നെ താമരശ്ശേരിയിലെ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും സാങ്കേതിക പ്രശ്നമെന്നാണ് അധികൃതരുടെ മറുപടി. അല്ല, വേറെ പ്രശ്നം ഇപ്പൊ അമ്മ സിവിൽ സ്കോർ ഒക്കെ കുറഞ്ഞ പോലെ ഇതിങ്ങനെ വരാൻ പാടില്ല. ഇത് ഓരോ ആളുകളെ ഒന്നോ രണ്ടോ അല്ല, നിങ്ങൾ എല്ലാ ബ്രാഞ്ചിലും പ്രശ്നമുണ്ട്. കോടഞ്ചേരി മൈക്കാവ് സ്വദേശി സന്തോഷിന്റെ അവസ്ഥയും സമാനമാണ്. 75,000 രൂപ ഇരുചക്രവാഹന ലോൺ എടുത്ത് അടിച്ചു തീർത്ത സന്തോഷിന്റെ പേരിൽ 6,75,000 രൂപ ലോൺ എടുത്തതായാണ് രേഖ. ശ്രീറാം ഫൈനാൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടത്തിയ പരിശോധനയിലാണ് തന്റെ പേരിലും വൻ തുക ലോൺ എടുത്തതായി അറിയുന്നത്. സിവിൽ സ്കോർ ഡൗൺ ആയത് കണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ശ്രീറാം ഫിനാൻസിൽ 4 ലക്ഷം രൂപ എൻ്റെ പേരിൽ ലോൺ കയറി കിടക്കുന്നതായിട്ട് കാണിക്കുന്നു ആക്റ്റീവായിട്ട്. അതിൽ 2 അടവ് അടിച്ചതായിട്ടും കാണിക്കുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുമില്ല. പക്ഷേ ഞാൻ അവരെ സമീപിച്ചപ്പം അവർ പറയുന്നത് അത് അവരുടെ സിസ്റ്റം എററായത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ എടുക്കാൻ പോയ ലോണ് എനിക്ക് നഷ്ടപ്പെട്ടത് സിവിൽ സ്കോറിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു ലോൺ ആക്റ്റീവ് ആയതുകൊണ്ടും. താമരശ്ശേരി ചുങ്കം സ്വദേശിയും പ്രവാസിയുമായ കലറക്കംപോയിൽ ഹനീഫയുടെ പേരിലും ശ്രീറാം ഫൈനാൻസിൽ ലോൺ എടുത്തതായി കാണാം. ഏറെ നാളുകളായി വിദേശത്തുള്ള യുവാവിന്റെ പേരിൽ 6,25,000 രൂപയാണ് ലോൺ ഉള്ളത്. 2022 ലോൺ എടുത്തതെന്നും ഇതിൽ 4,50,204 രൂപ തിരിച്ചടച്ചതായും 1,74,296 രൂപ അടക്കാനുള്ളതായും ഫോണിൽ പരിശോധിച്ചപ്പോൾ വ്യക്തമായി. എന്നാൽ ശ്രീറാം ഫൈനാൻസുമായി യാതൊരുവിധ പണയിടപാടും ഇക്കാലത്തിനിടയിൽ നടത്തിയിട്ടില്ല ഹനീഫ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നു വരുമ്പോഴും സാങ്കേതിക പ്രശ്നമെന്ന വിശദീകരണമാണ് ശ്രീറാം ഫൈനാൻസ് നൽകുന്നത്. എന്നാൽ ഇതുവരെയും സ്ഥാപനത്തിന്റെ ഒരു ശാഖയിൽ പോലും ഇടപാട് നടത്താത്ത ആളുകളുടെ പേരിലും എങ്ങനെ ലോൺ അപ്ഡേറ്റ് ആയി എന്നതിൽ വ്യക്തത നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.